പുതിയ ഈവനിങ് വ്ളോഗിലേക്ക് ആ ആർണോസിനെ പനിയാണ് ഗൈസ്. ആർണോസിൻ്റെ പനി ഇതാ ചെക്ക് ചെയ്യാനുള്ള ഐറ്റം വെച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ആർണോസിന് എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇന്നലെ രാത്രി ആരംഭിച്ചതാണ് ഗൈസ്. ആർണോസിൻ്റെ അമ്മ അവിടെ ചൂട വറുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ചൂടപ്പടി വറുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ സൂക്ഷിച്ചിട്ടാണ് ചെയ്യണം. ആദ്യം വെച്ചിട്ടുള്ള കളിയാണ്. ആ സീരിയസ്നെസ് ആണെങ്കിൽ ഒന്ന് കണ്ടോളൂ. ചൂടപ്പൊടി വറക്കണതിൻ്റെ സീരിയസ്നെസ് നോക്കൂ ഗൈസ്. അകത്തേക്കാണ് കണ്ടത്. അർണസ് ദിവസം ചോറിനും പോവാണ് ഗൈസ്. എന്നും മുടക്കാറുന്നു. അർണസ് എന്താണ് കുറേ ഇരുന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് നേരം ടി വി കണ്ടു അല്ലേ? ഉച്ചതിരിഞ്ഞോട്ടോ ടി വി കണ്ട കാലത്ത് നേരം വിളിച്ചപ്പോൾ ടി വി കണ്ടായിരുന്നില്ലേ? ആ അർണസിനെ തണുക്കാന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു കിടക്കായിരുന്നു. പിന്നെ ചൂടെടുക്കാന്ന് പറഞ്ഞിട്ട് ഫാൻ ഇട്ടു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ പുറത്ത് കിടക്കും. ആൻഡ്രോസ് ഒന്ന് പഠിച്ചാ? ആൻഡ്രോസ് ഒന്ന് പഠിച്ചാ? അർണസ പഠിച്ചാ? എന്തൊക്കെ പഠിച്ചായിരുന്നു ആൻഡ്രോസ്? ഏത് കഥ? ഏത് ഇംഗ്ലീഷ് കഥയാ? മുഴുവൻ പഠിച്ചോ അവള്? കുറച്ച് നീ മുഴുവൻ പഠിച്ചാ? ഇന്നെന്നിട്ട് പഠിച്ച നീ ഒന്നും പഠിച്ചിട്ടില്ലേ? കഥ എന്തോരം പഠിച്ചു? കുറെ പഠിച്ച? എത്ര പഠിച്ചെന്ന് പറയേ. നീ കുറച്ചൊന്ന് പറയേ നോക്കട്ടെ. ആ പറയേ. Respected teacher and my dear friend, I am Arno. Today I want to tell a story. The true friend. Once there were two friends, a squirrel and a puppy. They used to live and play together. The squirrel was very sporty and അമ്മ നോക്കി ഗൈസ് പോയി എല്ലാം ചോർന്ന് പോയി. അർണസിന്റെ പനി എത്ര ഉണ്ടെന്ന് ഇപ്പൊ കാണാം ഗൈസ്. എത്ര ഗായ്സ് അർണസിന്റെ പനിയില്ല ഗൈസ്. എന്നൊക്കെ കണ്ടിട്ടില്ല. സൂം ഔട്ട് ആയിട്ട് ഒരു വെച്ച് കാണാനില്ല. എന്താവാത്തെ പനി കാണിക്കണമെന്നുണ്ട്. കാണാനില്ല ഗൈസ്. എന്തത് കാണിക്കാതെ? അമ്മയുടെ മുഖത്ത് നോക്കി. ആഹാ കൊഞ്ഞാങ്കുത്തി എടുത്തിട്ടുണ്ട്. എന്നെ അടിച്ചു ഗൈസ്. കൊഞ്ഞാങ്കുത്തി എടുത്തതിന് എന്നെ അടിച്ചു ഗൈസ്. അർണസ് വളക്കെട്ട് നടക്കണേ. അവൻ ആ വളകെട്ടപ്പോൾ ഒരു ആഗ്രഹം പെൺകുട്ടി ആവണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. കണ്ട ഗൈസ് അർണസിൻ്റെ എക്സ്പ്രഷൻ നോക്കി. ഇനി ഓടിച്ചാടി അവിടെ വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് പോവാം. അമ്മ വീണ്ടും ചൂടപ്പൊടി വറുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ ഇന്ന് മഴ വളരെ കുറവായിരുന്നു. പക്ഷെ വെള്ളമൊന്നും അധികം ഇറങ്ങിയിട്ടില്ല. മഴ ഭയങ്കര കൂടുതലാണ്. ചൂടപ്പൊടി പിടിക്കണമായിരുന്നു വളർത്തണമായിരുന്നു. അതിൻ്റെ നല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഗൈസ്. കാരണം ഇരുന്നു. ഓക്കെ അപ്പം മഴ ഒന്നും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നാളെ ക്ലാസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഗൈസ്. പിന്നെന്താ ക്ലാസ്സില്ലേ? ക്ലാസ്സില്ലേ ഗൈസ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാം തുറന്നു തുടങ്ങണ കാരണം വെള്ളം ഇറങ്ങിയിട്ടില്ല. റോഡിലൊക്കെ കുറേ ചില സ്ഥലത്തൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ സ്കൂളിൽ തന്നെ കുറേ പേര് ക്യാമ്പിലാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ പേര് ക്യാമ്പിലുണ്ട്. ഞങ്ങളവിടെ തുരുത്തുണ്ട്. ആ തുരുത്തിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്താണ് ക്യാമ്പിലാണ്. പിന്നെ ചില സ്കൂളിലൊക്കെ എന്ത് ചെയ്യുന്നത് ക്യാമ്പാക്കി മാറ്റിക്കണം. അവിടെ ആ അകമലയിൽ ഉരുൾപൊട്ടൽ പറഞ്ഞിട്ടുണ്ടെന്ന് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അകമലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൊർണൂർ പോണ വഴി പശ്ചിമഘട്ട മലനിരയുടെ ഭാഗമായിട്ട് വരും. അവിടെ ഉരുൾപൊട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷൊർണൂർക്കും ഇങ്ങോട്ട് നടക്കാനുള്ള സ്ഥാനം ബന്ധം മുറിയും. പിന്നെ ആകെ ചുറ്റി വരണം. അതോടെയാണ് ഒരു വഴിയുള്ളത്. മുള്ളൂർക്കരയ്ക്ക് കിടക്കണ ഒരു വഴി. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ചുറ്റി പോകണം കഴിച്ച് ഓരോ വഴിക്കൊക്കെ പോകേണ്ടി വരും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് അടുത്ത് കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിന് തീ പിടിച്ചിട്ടുണ്ടാകുന്നത്. ഈ പറയുന്ന ആക്കന്മാരുടെ അടുത്ത് പെട്രോൾ പമ്പിന് തീ പിടിച്ചു. വലിയ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായില്ലെന്ന് മനസ്സിലാക്കണം. പിന്നെന്താണ് പിന്നെ ഇന്ന് ഈവനിങ് നമ്മുടെ ക്ലാസ്സിലാത്ത കാരണം
വീടിനകത്ത് തന്നെയായിരുന്നു. അറുന്നൂറ്റി നാളെ പനി മാറുമെന്ന് അറിയില്ല. ഗുളികയൊക്കെ കഴിച്ചിട്ടുണ്ട്. ഗുളിക കഴിച്ചിട്ട് എത്ര മണിക്കൂർ കഴിക്കാറാവണല്ലോ. കഴിക്കാറാണല്ലോ. പനിയൊന്നും അങ്ങനെ വന്നിട്ടില്ല. വരാണ്ടെന്നാ മതി. അല്ലെങ്കിൽ നാളെ തൊട്ട് 2 ദിവസത്തിന് നാളെ ക്ലാസ്സിലല്ലോ അല്ലേ പറഞ്ഞത്. ഫസ്റ്റ് പിന്നെ ആൻഡ്രൂസ് പിന്നെ ഒരാഴ്ചയായി ക്ലാസ്സിൽ പോയിട്ട്. അവൾക്ക് അതിന് മുമ്പും മുടക്കെടുത്ത് തന്നെ ഇരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈവനിങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കാം. അറുന്നൂറ്റിൻ്റെ പനിയോട് കൂടി ഇന്നത്തെ ഈവനിങ്ങളോ കഥ കഴിഞ്ഞില്ലേ? അതിന് നാളെ പറയാം. അറുന്നൂറ്റിൻ്റെ കഥ പറഞ്ഞ് കഴിഞ്ഞിട്ടില്ലെന്ന് പറയുന്ന കേസ്. അറുന്നൂറ്റിൻ്റെ കഥയോട് കൂടി ഇന്നത്തെ ഈവനിങ്ങളൊക്കെ ഇവിടെ അവസാനിക്കാം. ബായ്. നിർത്തിക്കോളൂ.